ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി പഠിക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ആക്ഷൻസ് ഹാപ്പനിങ് നൗ ഓർ ലോങ്ങർ ആക്ഷൻസ് ഇൻ പ്രോഗ്രസ് ഓർ നിയർ ഫ്യൂച്ചർ പ്ലാൻസ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കാണിക്കാനാണ്. എന്താണ് അതിൻ്റെ സ്ട്രക്ചർ? ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ഐ എൻ ജി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഒരു സ്ത്രീ കാർ ഓടിച്ച് ജോലിക്ക് പോവുകയാണ്. അവരുടെ പേര് സാറ എന്നാണെന്ന് സങ്കല്പിക്കാം. അപ്പം നമ്മൾ അവരെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ ഡ്രൈവ് ചെയ്യുകയാണ്. ഇതെങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാം? സ്ട്രക്ചർ അറിയാലോ. അപ്പോൾ എങ്ങനെ പറയാം? ഷീ ഈസ് ഡ്രൈവിങ് ടു വർക്ക്. ഷീ, സാറ ഒരാളേ ഉള്ളൂ. അപ്പം ഷീ ഈസ് ഡ്രൈവിങ് ING ഫോം വന്നു. അപ്പം ഷീ ഈസ് ഡ്രൈവിങ് ടു വർക്ക്. ഇനി വേറൊരു എക്സാമ്പിൾ. പ്ലീസ് ഡോണ്ട് മേക്ക് സോ മച്ച് നോയ്സ്, ഐ എം ട്രൈങ് ടു വർക്ക്. ഒത്തിരി ശബ്ദം ഉണ്ടാക്കില്ല, ഞാൻ ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലെറ്റ്സ് ഗോ ഔട്ട് നൗ, ഇറ്റ് ഈസ് ഇൻ ട്രെയിനിങ് എനിമോർ. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, നമുക്ക് പുറത്ത് പോകാം. ഇവയെല്ലാം സംസാരിക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴും നമ്മൾ നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമല്ല ഉപയോഗിക്കാറ്. സംടൈംസ് ആക്ഷൻ ഈസ് ഇൻ പ്രോഗ്രസ് ബട്ട് നോട്ട് എക്സാക്ട്ലി നൗ. ചിലപ്പോൾ പ്രവൃത്തി നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എക്സാക്ട്ലി ഇപ്പോൾ തന്നെ ആവണമെന്നില്ല. ഒരു എക്സാമ്പിൾ നോക്കിയാലോ. സ്റ്റീവ് ഫോണിൽ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. എന്തോ പറയുന്നുണ്ട്. എന്താ അത്? ഐ എം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക് അറ്റ് ദ മൊമെൻറ്റ്. ഇറ്റ്സ് എബൌട്ട് എ എന്തോ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? സ്റ്റീവ് ഒരു നല്ലൊരു ബുക്ക് റീഡ് ചെയ്യുന്നുണ്ട്. ഐ എം റീഡിങ് എ റിയലി ഗുഡ് ബുക്ക്. ഐ എം റീഡിങ് എന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഓർമ്മയില്ലേ? ആം പ്ലസ് ING. പക്ഷേ സ്റ്റീവ് സംസാരിക്കുന്ന സമയത്ത് ബുക്ക് വായിക്കുകയാണോ? അല്ല. സ്റ്റീവ് എന്താണ് ഫ്രണ്ടിനോട് പറയാൻ ശ്രമിക്കുന്നത്? ഞാനൊരു ബുക്ക് വായിച്ചു തുടങ്ങി, അത് വായിച്ചു കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആക്ഷൻ പ്രോഗ്രസ്സിലാണ് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള അവസരങ്ങളിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അനദർ എക്സാമ്പിൾ. കേറ്റ് വാണ്ട്സ് ടു വർക്ക് ഇൻ ഇറ്റലി, സോ ഷീ ഈസ് ലേണിംഗ് ഇറ്റാലിയൻ. കേറ്റിന് ഇറ്റലിയിൽ വർക്ക് ചെയ്യണം എന്നുണ്ട്, അതുകൊണ്ട് അവൾ ഇറ്റാലിയൻ പഠിക്കുന്നുണ്ട്. ഇനി വേറൊരു കേസ് കൂടിയുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ടുഡേ, ദിസ് ഇയർ, ദിസ് വീക്ക് എന്നിവയുടെ കൂടെയും ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ. മൈ കമ്പനി ഈസ് ഇൻ ഡൂയിങ് വെൽ ദിസ് ഇയർ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വെൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.